അപ്പൊ ഗൈസ് നമ്മളിന്ന് നാട്ടിക്ക് പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ദുബായിൽ എത്തിയിട്ട് ആകെ 4 മാസമായിട്ടുള്ളൂ. നമ്മൾ ഈ വർഷം നാട്ടിക്ക് പോകണില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. കാരണം മലേഷ്യയിൽ നിന്ന് ദുബായിക്ക് ട്രാവൽ ചെയ്ത് ഇവിടെ ഒന്നും സെറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ഈ വർഷം എന്തായാലും നാട്ടിൽ പോകണില്ല എന്ന് വിചാരിച്ചതായിരുന്നു. മക്കളുടെ സ്കൂള് പിന്നെ അതേപോലെ വീട് ഒന്നും സെറ്റ് ആയിട്ടില്ല. പക്ഷേ അനിയൻ്റെ കല്യാണമാണ്. അപ്പം നമ്മൾ നാട്ടിക്ക് പോവുകയാണ്. നാട്ടിക്ക് പോവാനുള്ള പെട്ടി പാക്കിങ്ങിലാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് മെയിനായിട്ട് കൊണ്ടുപോകുന്നത് കുറേ കുനാഫ ചോക്ലേറ്റുകളാണ് കേട്ടോ. ദുബായിൽ നിന്ന് പോകുമ്പോൾ കുനാഫ ചോക്ലേറ്റ് ഇല്ലാതെ എങ്ങനെയല്ലേ, ദുബായിത്തെ സ്പെഷ്യൽ ചോക്ലേറ്റ് അല്ലേ. പിന്നെ കുറേ ജ്വൽസിൻ്റെ പാക്കറ്റുകളാണ്, ഇതുപോലത്തെ കുപ്പികളാണ് ജ്വൽസിൻ്റെ. ഷൈഖാക്കുദ തകൃതിയായി പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സക്സസ്ഫുള്ളി ഒരു പെട്ടി ഇപ്പോൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അത് തിരുമ്പാനുള്ള ഡ്രസ്സാണ് ഷൈഖാക്കുദ. അയ്യോ, പിന്നെ ഇത് ഞാൻ കല്യാണത്തിന് വേണ്ടിയിട്ട് ശനിയാഴ്ച കല്യാണത്തിന് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. പക്ഷെ അവിടെ എത്തുമ്പോൾ ഇനി തീരുമാനം എന്താവുന്നൊന്നും അറിയില്ല. നല്ല രസമുള്ള, എനിക്കത് മാച്ചായിട്ട് തോന്നിയ കളറാണ്. മീന ബസാറിൽ നിന്നാട്ടോ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മീന ബസാറിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ്. ഇത് എൻ്റെ അലൈനേഴ്സിൻ്റെ പെട്ടിയാണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്നാണ് ഞാൻ അലൈനേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തിരിച്ച് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ ഒരു ജ്വല്ലറി പെട്ടിയൊക്കെ പോലെയാണെങ്കിലും ഇതിൻ്റെ അലൈനേഴ്സിൻ്റെ ബോക്സാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ ബോക്സിനകത്താണ് അലൈനേഴ്സ് ഉള്ളത്. ഇതൊക്കെ അലൈനേഴ്സാണ്. പിന്നെ ഇങ്ങനെ ഒരു ബോക്സ് കൂടി ഒരു തന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അലൈനേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല, അത് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അലൈനേഴ്സിൻ്റെ ബോക്സാണ്. കാണാൻ നല്ല രസമുണ്ടല്ലേ, ഇത് അടിപൊളി പെട്ടി. ഇതാണ് എൻ്റെ പെട്ടി. ഇനി ഇതിൽക്ക് എന്താ നടക്കണ്ട്? ഇങ്ങനെയല്ലേ വെക്കുക? അങ്ങനെയാണോ വെക്കുക? പെട്ടി പാക്കിങ്ങിന്റെ ഇടയിലും അതിന് ഇതിലും വെച്ചു. ഇപ്പൊ നമ്മള് ശരിക്കും നമ്മൾ ഇതിലുമായിരുന്നു വെക്കേണ്ടിന്ന്. അപ്പോഴല്ലേ ഇത്. അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ ഇതന്നെ ഈ സാധനങ്ങൾ ഇതിൽ കൊള്ളൂല. നിങ്ങൾക്ക് അപ്പൊ ഏത് പെട്ടിയാ വേണ്ടത്? ആ പെട്ടീനെ എടുക്കണമെന്നുണ്ടോ? ഞാനതെല്ലാം ആലോചിക്കുന്നത്. തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് കിലോ കൂടുതലുണ്ട്. എന്നിട്ട് ആ പെട്ടി എടുക്കുക. ആ പെട്ടി കൊണ്ടുപോകണായിരിക്കും ബുദ്ധി. ആ പെട്ടി ഡ്രാക്കുള ഫിലിമിലൊക്കെ കാണുന്ന മാതിരത്തെ പെട്ടിന്റെ ഒരു ഫീലാണ്. അതൊക്കെ ഓക്കെ എടുക്കുക. എന്നാ എടുത്ത് ഒരുമിച്ചാണ് പാക്ക് ചെയ്യാ. എന്നാ ഷാ ആ പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നാ. ഈ പെട്ടിനെ ഒഴിവാക്കിയേ. ആ ജാമ്പുവാന്റെ കാലത്തുള്ള പെട്ടി എടുക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് നമ്മള് മലേഷ്യയിൽ നമ്മൾ എത്തിയ പ്രായമാണ് കേട്ടോ. അതായത് 8 വർഷം അല്ലേ, 8 വർഷം പഴക്കമുള്ള പെട്ടിയാണിത്. ഇത് ഈ പെട്ടി കാണുമ്പോൾ എനിക്ക് ശരിക്കും തോന്നൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡ്രാക്കുള ഫിലിമിലൊക്കെ ഉണ്ടാവൂലേ, ഇങ്ങനെ എന്താണ് സായിപ്പന്മാരിങ്ങനെ വലിയ പെട്ടിയായിട്ട് കൊണ്ടുപോകണു. എന്നിട്ട് ആ പെട്ടിയിൽ വല്ല എന്താണ് ഡെഡ് ബോഡിയൊക്കെ കാരം, അതുപോലത്തെ ഒരു ഫീലാണ് ഈ പെട്ടി കാണുമ്പോൾ എനിക്ക് ഉണ്ടാവില്ല ഗൈസ്. അപ്പം ഈ പെട്ടിയിൽ പാക്ക് ചെയ്യാന്നാണ് ഇപ്പം നമ്മൾ വിചാരിക്കുന്നത്. ഫൈനലി പെട്ടി പിന്നെ എന്താ വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഒരു കേടില്ല, നല്ല അടിപൊളി അല്ലേ. ആ ഇവിടെയൊക്കെ ചെറുതായിട്ട് കിടന്നു, പക്ഷെ എന്നാലും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പെട്ടിയാണ്. ഇത് ഈഗിൾന്നോ അങ്ങനെന്തോ അല്ലേ, എന്ത് എർഗോ ബ്രാൻഡാണ്. പാക്ക് ചെയ്ത് മൊത്തം തിരിച്ച് പാക്ക് ചെയ്യേ. ഗൈസ്, ഇത് ദുബായ് മാക്സി അങ്ങ് മലേഷ്യയിലേക്ക് എത്തിക്കാനുള്ളതാട്ടോ. നസീർ തന്നെ സെലക്ട് ചെയ്തിട്ട് വാങ്ങി വെച്ചിട്ടുള്ള ദുബായ് മാക്സിയാണ്. ഇത് നമ്മൾ ചെല്ലണ അന്ന് റിയാസ് എന്ന് പറഞ്ഞ ഒരാള് നാട്ടിൽ നിന്ന് ശേഖർക്കും അപ്പൊ ഓലിട്ട് ഇത് കൊടുത്തയക്കാനുള്ളതാണ്. നസീറക്കാക്കുള്ള ദുബായ് മാക്സി. നസീറക്കാക്ക് കറുപ്പ് കളർ വേണം പറഞ്ഞിട്ട് 3 കറുപ്പ് കളർ വെച്ച് കിട്ടിപ്പോ. ഗൈസ്, ഇത്രയും ദുബായ് ചോക്ലേറ്റുകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പെട്ടി പാക്കിംഗ് ആണ്. ഷായിക്കാക്കുവാണ് പാക്ക് ചെയ്യണ ആള്.
ആ Are you sure? ദുബായ് ചോക്ലേറ്റ് കഴിഞ്ഞുണ്ട്. ഇനി ഇതിലുണ്ടായിട്ടോ ഇതാ ഇത് ഞാന് ആൾഡോന്ന് വാങ്ങിയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരു ആൾഡോന്റെ ചെരുപ്പായിരുന്നു. അതിന് ഏകദേശം 2.5 വർഷത്തോളം ഞാൻ ഉപയോഗിച്ചു കേട്ടോ. അതെനിക്ക് എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ബർത്ത്ഡേ ആയപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അച്ചു ഗിഫ്റ്റ് ചെയ്ത ചെരുപ്പായിരുന്നു. ഇത്രയും ഞാൻ യൂസ് ചെയ്തിരുന്നു 2 വർഷം. നല്ല അടിപൊളി ക്വാളിറ്റി. അതുകൊണ്ടാണ് ഞാൻ ആൾഡോന്ന് തന്നെ വീണ്ടും ചെരുപ്പ് വാങ്ങിയത് കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിയ ചെരുപ്പ്. നല്ല ഗോൾഡൻ. ഇത് നമ്മളെ അളിയാക്ക തന്ന് വിട്ടതാണ് കേട്ടോ. മേമാക്ക് കൊടുത്തേക്കാൻ വേണ്ടി തന്ന സാധനങ്ങളാണ്. പക്ഷെ എന്താ ഉണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാല് മൂപ്പരാൾ ഇന്നലെ നാട്ടിലെത്തി. ഞങ്ങൾക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് ഷെഫീഖലയൊക്കെ ഇന്നലെ നാട്ടിലേക്ക് എത്തിട്ടോ. അപ്പൊ ഷെഫീഖലയൊക്കെ കുറെ സാധനങ്ങൾ ഇപ്പൊ നമ്മൾക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ട്. ഷെഫീഖലയൊക്കെ നാട്ടിൽ പോണത് സർപ്രൈസ് ആയതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നു വിട്ട സാധനങ്ങളാണ് ഇത്. പക്ഷെ ഷായി കാക്കൂന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോണിന്റെ തലേദിവസം പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ പോണുണ്ട് എന്നുള്ളത്. അപ്പൊ എനിവേ ഷെഫീഖലയാക്കാന്റെ കുറെ സാധനങ്ങളുണ്ട്. ഇത് പോലും കാത്തിരിക്കുകയാണ് ഓരോ സാധനങ്ങൾക്ക്. അപ്പൊ ഇത് പാക്ക് ചെയ്യണം. അളിയാക്കാന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുകയാണ്. സോപ്പ് വെക്കാം ഷായിക്കാക്കോയില്. ഈ ഫെയറി ഒന്നും അതിൽ വെക്കാതിരുന്നാ മതി. ഫെയറിയും ഇതും വെക്കണ്ട. പേന വെക്കാം, കുഴപ്പമില്ല. ലീക്കായാലും ഇതിൻ്റെ ഉള്ളിൽ ഇത് 100% ഇതിൻ്റെ പുറത്ത് ഇതുണ്ട്, കവറിങ് ഉണ്ട്. ഇതും വെക്കണ്ട ഇതിൽ. ഇത് ലീക്കായി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് പാക്ക് ചെയ്യണം. സോപ്പ് അതിൽ പാക്ക് ചെയ്യാം. ക്ലിയോപാട്രയാണ് പണ്ട് മുതലേക്ക് ആൾക്കാർ ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്നത് അല്ലേ? ആ നീഡോന്റെ പാക്കറ്റും കൂടെ തീക്ക് വെക്കണം എന്നാ. ഇത് ഷായിക്കാക്കുന്റെ പെട്ടിയാണ് കേട്ടോ. ഷായിക്കാക്കു കണ്ണിങ്ങില് ഷായിക്കാക്കുന്റെ പെട്ടിങ് ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിക്കണു. അതിന് ഒരു സാധനം കേട്ടരുത് വിചാരിച്ചിട്ട്. നമ്മള് പെട്ടിയൊക്കെ ഇവിടെ കണ്ടില്ലേ, ആ കൊളായി കിടക്കണം. ആ അത് നമ്മളെ ഷെസക്കുട്ടിന്റെ പെട്ടി അത്ര. ആ അത് ഓളെ ബ്രദറിന്റെ പെട്ടിയാണ്. അങ്ങനെ ഞങ്ങളുടെ പെട്ടി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ ഒരു പെട്ടി കൊണ്ടുപോണ്ട്. ഇതിനകത്ത് ഇനി ഈത്തപ്പഴം വാങ്ങിയിട്ട് നിറക്കാനുണ്ട്. പിന്നെ ഈ ബ്ലൂ പെട്ടി, പിന്നെ നമ്മളുടെ മലേഷ്യയിൽ നമ്മൾ എത്തിയതിൻ്റെ അത്രയും പ്രായമുള്ള ഈ ഒരു പെട്ടി. ആ ഈ ഒരു പെട്ടി ഇത് അത്യാവശ്യം വലിയ പെട്ടിയാണ് കേട്ടോ. പിന്നെ ഈ പെട്ടി. പിന്നെ ഈ റൂം ഒന്ന് വൃത്തിയാക്കണം. റൂം മാത്രമല്ല ഹാളും കിച്ചണൊക്കെ നല്ല പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഹാളിൽ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. ഹാളിലാകെ ഡേർട്ടി ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യണം. സംഭവം ഹോട്ടലിലായത് കൊണ്ട് തന്നെ നമുക്ക് വീക്കിലി 2 times വന്നിട്ട് ക്ലീൻ ചെയ്യും. പക്ഷെ എന്നാലും ഈ വീട് ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ കഴിയില്ലല്ലോ. പിന്നെ കിച്ചണും വൃത്തിയാക്കാനുണ്ട്. കിച്ചണൊക്കെ ആകെ മെസ്സായി കിടക്കുകയാണ്. ഇത് നമ്മളെ ഷെയ്നുവിൻ്റെ നിറ്റോൻ്റെ സ്വിച്ചാണ്. ഷെയ്നുവിൻ്റെ നിറ്റോൻ്റെ സ്വിച്ച് കാണിച്ചാണ്. ഇതാണ് നമ്മൾ മിസ്റ്റർ ഷെയ്നുവിൻ്റെ നിറ്റോൻ്റെ സ്വിച്ച് ഇട്ടത്. ഞാൻ തന്നെയല്ലേ പിടിക്കാമത്തെ. അതാ ഓണായല്ലോ. ഇത് എക്സ്ബോക്സിനൊക്കെ പകരം അല്ലേ ഷേഖാക്കു? എക്സ്ബോക്സിനൊക്കെ പകരം യൂസ് ചെയ്യണല്ലേ? എങ്ങനെ
ആ എക്സ്ബോക്സിനൊക്കെ പകരം യൂസ് ചെയ്യുന്ന ഗെയിമിങ് കളിക്കാൻ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. എക്സ്ബോക്സ് ആകുമ്പോൾ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അതായത് അത് വലിയൊരു പെട്ടിയായിരിക്കും, അത് കൊണ്ടുപോകണമെങ്കിൽ തന്നെ അത്യാവശ്യം ലഗേജ് ഒക്കെ വേണം. അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ടല്ലേ കൊണ്ടുപോകാനും പിന്നെ തിരിച്ചു കൊണ്ടുപോകാനൊക്കെ. ഇതാകുമ്പോൾ ഇവന് ഹാൻഡ് ക്യാരിയിൽ ഇടലാണ്, അല്ലെങ്കിൽ ഇവനിങ്ങനെ ക്രോസ് ബാഗ് ആയിട്ട് ഇടലാട്ടോ. അപ്പോൾ ഇതാണ് ഷെയ്ന് കുട്ടീൻ്റെ Nintendo Switch. ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 2 വർഷം എങ്ങാനും ആയിക്കൊണ്ട് ഇത് വാങ്ങിയിട്ട്. 1 വർഷം കഴിഞ്ഞ വർഷം നാട്ടിൽ പോകുമ്പോഴായി സാധനം വാങ്ങിക്കൊണ്ട്. ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയതാണ്. ഇതിന് അത്യാവശ്യം നല്ല പ്രൈസ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ കുട്ടി നന്നായിട്ട് ശ്രദ്ധിക്കലുണ്ട്. പിന്നെ ഇത് വാങ്ങുമ്പോൾ ഓനും പൈസ ഇതിൽ ഇറക്കിക്കൊണ്ടോ, അതായത് ഓന് സേവ് ചെയ്ത പൈസയും കൂടെ ഷൈകാക്കുന് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. പിന്നെ ഞാൻ എല്ലാ എക്സാമും പാസ് ചെയ്തു, എല്ലാത്തിലും A കിട്ടിയിട്ട് പിന്നെ 500 ദിർഹംസും കൊടുത്തു. എൻ്റെ കുട്ടി എല്ലാ എക്സാമിലും പാസ്സായി, A കിട്ടി. പിന്നെ 500 ദിർഹംസ് ഓന് ഇതിൽ റിങ്കിറ്റ്, അന്ന് മലേഷ്യയിൽ നിന്നാണ് വാങ്ങിക്കണേ. 500 റിങ്കിറ്റ് ഓൻ്റെ വക സംഭാവനയും കൂടെ ചെയ്തുകൊണ്ട് ഇത് വാങ്ങാൻ അന്ന്. പിന്നെ ബാക്കി ഷൈകാക്ക് കൂട്ടിയിട്ട് അങ്ങനെ വാങ്ങിക്കാണിത്. എന്തായാലും നല്ല അടിപൊളി. ഇത് വാങ്ങിയ ഡിസിഷൻ നന്നായിരുന്നു. എക്സ്ബോക്സ് ആയിരുന്നു ചോദിച്ചിരുന്നത്, അതിന് പകരം ഇത് വാങ്ങിയത് നല്ല ഡിസിഷൻ ആയിരുന്നു. കാരണം ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്സാണ് ഓൻ്റെ ഹാൻഡ് ക്യാരിയിൽ വെക്കണേ കേട്ടോ. അപ്പോൾ ഇതോൻ്റെ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം വേറെ പർച്ചേസ് ചെയ്യാം. ഇതിനും അത്യാവശ്യം പ്രൈസ് ചെയ്യാണ് ഇങ്ങനെ ഓരോ ഗെയിം പർച്ചേസ് ചെയ്യാനായിട്ട്. ഫ്രീ ഗെയിംസ് പിന്നെ ഇത് വാങ്ങിയപ്പോൾ ഫ്രീ ഗെയിംസ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുണ്ട് ഓൻ്റെ പെട്ടിയിൽ. പിന്നെ ഓൻ്റെ പെട്ടീനകത്ത് ഇതാ ഓൻ്റെ ബ്രഷ് ഉണ്ട്. ഓൻ്റെ ബ്രഷിൻ്റെ കോലം കണ്ടില്ലേ. അവിടെ ഞങ്ങൾ ഇന്നലെ കാരിഫോറിൽ പോയിട്ട് ഓൻ്റെ ബ്രഷിന് വേറെ ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ ഇത് വാങ്ങിയിട്ടുണ്ട് ഇമ്മടാൻ. അപ്പോൾ ഇതാണ് ഷെയ്നൂൻ്റെ Nintendo Switchൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാ എവിടെ എൻ്റെ ഒന്നും കാണാനില്ലല്ലോ. ഓക്കെ, ഓൾക്കും ഒരു ഇലക്ട്രോണിക് ബ്രഷ് വാങ്ങിയിരുന്നു. അത് ഓളത് പക്ഷേ ഓൾ കേട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അതായത് അതിൻ്റെ ഇതൊക്കെ ഇപ്പോഴും ഷെയ്നുവിൻ്റെ ബ്രഷൊക്കെ പാക്ക് ചെയ്തേക്കണം. നീ ഇത് എന്താ കൊണ്ടുപോകണം? ഈ സൂട്ട് കേസിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണിച്ചാൽ അല്ല സർപ്രൈസ് ആണെന്ന് വേഗം തുറക്കും. സർപ്രൈസ് ആണ് കാണട്ടെ. ഉണ്ടാവും. അല്ല ശേഖർക്ക് ഇവരെ ഹാൻഡ് ക്യാരി ഒന്ന് തൂക്കി നോക്കണം കേട്ടോ. ഇവളെ എന്തൊക്കെ പാക്ക് ചെയ്ത് വെക്കണം. ഇവളെ ഹാൻഡ് ക്യാരിയിൽ ഇതാ ഒരു സൂട്ട് കേസിന്റെ ഉള്ളിൽ അടുത്ത സൂട്ട് കേസ്. ഗൈസ് ഇത് നോക്കി നോക്ക്. അതെ, സൂട്ട് കേസിന്റെ ഉള്ളിൽ വേറൊരു സൂട്ട് കേസ്. അതാ വേറെ ട്രോളി. ഇത് ട്രോളിയാണ്. ഇത് മലേഷ്യയിൽ നിന്ന് മേടിച്ചതാ. ഇത് മലേഷ്യയിൽ നിന്ന് മേടിച്ച കേട്ടോള്. അപ്പൊ സൂട്ട് കേസിന്റെ ഉള്ളിൽ വേറൊരു സൂട്ട് കേസ്. ഇതൊക്കെയാണ് ഓള് കൊണ്ടുപോകണം. ഇത് ദുബായിലെത്തിയിട്ട് വാങ്ങിയതാണ്. ഇവള് ക്രാഫ്റ്റിൻ്റെ ആളാണ്. മറ്റോ ഗെയിമിൻ്റെ ആളാണെന്നുണ്ടെങ്കിൽ ഷെഹീൻ ഗെയിമിൻ്റെ ആളാണെന്നുണ്ടെങ്കിൽ ഇവള് ക്രാഫ്റ്റും ഡ്രോയിങ്ങും അതൊക്കെയാണ് ഇവളുടെ മെയിൻ. എൻ്റെ ഹാൻഡ് ക്യാരിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഒരു ബാഗ്, ഇതും വെക്കണം. ഇനി ഷായിക്കാക്കുൻ്റെ ഹാൻഡ് ക്യാരിയിൽ എന്താ കാണിച്ചു തരാം. ഷായിക്കാക്കുൻ്റെ ഹാൻഡ് ക്യാരിയിൽ പാവം എന്താണ് ബ്രഷ്, പിന്നെ തല വാരാനുള്ള ചീർപ്പുണ്ട്, പിന്നെ ഇതിനകത്താണ് നമ്മൾ എന്ത് വെക്കല്, പാസ്പോർട്ടും ഇതൊക്കെ ഇതിനകത്താണ് വെക്കല്. പിന്നെ ഷായിക്കാക്കുൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്. പഴയ പാസ്പോർട്ടുകൾ വരെ എടുത്തിട്ടുണ്ട് ഷായിക്കാക്കു. പിന്നെ വേറൊരു സാധനം കൂടി ഇതിനകത്തുണ്ട്. കാണിച്ചുതരാം. ഇത് തുറന്ന ഷായിക്കാക്കു. അതില്ലേ, അതെവിടെ? ഇത് ഇതെന്താ? ഇത് അനിയൻ്റെ വൈഫിന് വാങ്ങിയ ഫോണാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ കേടരുമെന്ന് എഴുതിയിട്ടാണ്. ഇതിൻ്റെ പെട്ടിയിൽ നമ്മൾ ഓൾറെഡി അയച്ചെടുത്തു. പെട്ടി ഇതിനകത്ത് പാക്ക് ചെയ്തു. ഐഫോൺ 70 ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പെട്ടി ഇതിനകത്തും ഫോണ് ഇങ്ങനെ സോക്സിനകത്ത് ഇട്ടിക്കണമെന്ന് വെച്ചാൽ കേടരാതിരിക്കാൻ വേണ്ടിയിട്ട് സോക്സിനകത്ത് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഹാക്ക് അറിയില്ലെങ്കിൽ എല്ലാവരും യൂസ് ചെയ്തോളി. ഇത് ഷായിക്കാക്കുൻ്റെ തലയിൽ ഉദിച്ചു വന്നൊരു ഐഡിയ ആണ്. അപ്പം ഇനി ഈ റൂം ഒന്ന് ആദ്യം ക്ലീൻ ചെയ്യണം. പാക്കിംഗ് ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞു. എല്ലാവരും പാക്കിങ്ങും കഴിഞ്ഞു.
ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അനിയനും ഏട്ടനും കൂടെ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് നാട്ടിലുണ്ടാവുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഒരുമിച്ച് നാട്ടിൽ കൂടാൻ പോകുന്നത് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അനീസ് മൂത്ത ആൾ പോയിട്ട് പിന്നെ ഓന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ടാവില്ല. അത് കാരണം തന്നെ ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഒരുമിച്ച് കുറേ ആയിക്കൊണ്ട് കൂടിയിട്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഞാൻ ഉംറക്ക് പോയത് കൊണ്ട് ഞാൻ കാക്കുനെ കണ്ടിട്ടുണ്ടായിരുന്നു, അനീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അനീസ് കുട്ടികളെയും ഷായി കാക്കുനെയും കണ്ടിട്ട് കുറേ ആയിട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് കൂടാം എന്നുള്ളതും കൂടിയാണ് മെയിനായിട്ടുള്ളൊരു സന്തോഷം കേട്ടോ. കല്യാണവും സന്തോഷമാണ്, അതിലപ്പുറം സന്തോഷമാണ് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് കേട്ടോ. കാരണം ഷെയ്നും ഷെസക്കൊക്കെ 4 വർഷം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 4-5 വർഷമായി അനീസ് മക്കളെയും കണ്ടിട്ട് പിന്നെ അതുപോലെ ഷായിക്കാക്കുനെയും കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഈത്തപ്പഴമൊക്കെ ആയിട്ട് മുബി വന്നിട്ടുണ്ട്. മുബി കൊണ്ടുവന്ന ഈത്തപ്പഴമാണിട്ടത്. ഇതിങ്ങനെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈത്തപ്പഴം പഴുത്ത് വരുന്ന സമയമല്ലേ, അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേൾക്കാൻ. നാട്ടിലാണെങ്കിൽ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടമാണ്. അങ്ങനെ മുബിയും ഷായിക്കാക്കും കൂടെ പെട്ടിയൊക്കെ റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റായി നമ്മൾ എയർപോർട്ടിൽ പോവുകയാണ്. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് നമ്മളുടെ കാറിൽ തന്നെ എയർപോർട്ടിൽ പോകാൻ പറ്റിട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മൾ ടാക്സി വിളിക്കലാണ്. കാരണം നമ്മൾ തന്നെ അങ്ങോട്ട് പോകലാണ്. പിന്നെ ഇപ്രാവശ്യം മുബി ഉള്ളതും കൊണ്ട് മുബി നമ്മളെ കൊണ്ടാക്കി തന്നു. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൽ പോവുകയാണ്. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിലെത്തി നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ അതാ ഷായിക്കാക്കും ഷെയ്നും കൂടെ ഷെയ്നുവിൻ്റെ നിറ്റൻഡോ സ്വിച്ചിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ഗെയിമും കളിക്കൽ ഫുഡെല്ലാം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ഫുഡ് കഴിക്കണമെന്നും വീഡിയോ എടുത്തില്ല. ഫുഡ് കിട്ടിയപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അതിന് നമ്മളിതാ നാട്ടിലെത്തി അടുത്ത ദിവസത്തെ മോർണിംഗിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. അനിയനും ഏട്ടനും കൂടി ഇതാ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 4 ദിവസമുള്ളൂ കല്യാണത്തിന്. ഇന്ന് തന്നെ പോയിട്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഡ്രസ്സുമ്മ അടിക്കാൻ കൊടുത്തുകൊണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേൻ്റെ അളവും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാൻ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, സി യു നെക്സ്റ്റ് വീഡിയോ. ഇവിടെ വന്നാണി അല്ലാ മാമി വന്നിക്കണേ, അവേ വരെയും ആ നന്നാണി. അസ്സലാമു അലൈക്കും. അയിനോ